ഇതിൽ രാജ്യത്തെ 10 ലക്ഷത്തോളം വരുന്ന ആശാ വർക്കർമാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ, അപ്പോൾ കേരളം ആലോചിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിന് ആലോചിക്കാനും തീരുമാനിക്കാനുമുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭമാണിത്. അത് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളമല്ല ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്നലെ പാർലമെൻറ്റിൽ NK പ്രേമചന്ദ്രൻ MP കൊടുത്ത മറുപടിയിൽ തന്നെയുണ്ട്. കാരണം 2 ദിവസം പണിയെടുത്താൽ മാത്രമേ 1 കിലോ വെളിച്ചെണ്ണ ആശാവർക്കർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് കേരളത്തിൻ്റെ ജീവിത നിലവാരം. നമസ്കാരം. ഒടുവിൽ ആശാവർക്കർമാരുടെ സമരത്തിന് അവർ ഉന്നയിച്ച ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട സമരത്തിന് ഇപ്പോൾ ഒരു അന്ത്യമുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേന്ദ്ര സർക്കാർ നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. രാജ്യത്തെ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അവർ ഇൻസെൻറ്റീവ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇൻസെൻറ്റീവ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്തായാലും കേരളത്തിലുണ്ടായ ഒരു സമരത്തെ തുടർന്ന് രാജ്യത്തെമ്പാടുമുള്ള ആശാവർക്കർമാർക്ക് ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാണ് നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സമര നേതാവായ ശ്രീ യസ്മിനി ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ഈ കേരളത്തിലുണ്ടായ നിങ്ങൾ നടത്തിയ ഈ ഒരു സമരത്തിൻ്റെ ഫലമായി രാജ്യത്തെ തന്നെ ആശാവർക്കർമാർക്ക് മുഴുവനായും ഇപ്പോൾ ഈ ഇൻസെൻറ്റീവ് അടക്കമുള്ള ആനുകൂല്യങ്ങളിൽ വർധനവ് ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, ഇന്നലെ പുറത്തു വന്ന കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ മീറ്റിങ്ങിൻ്റെ ഒരു മിനിറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നു ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉത്തരവ് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും, അത്തരം കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ രാജ്യത്തെ 10 ലക്ഷത്തോളം വരുന്ന ആശാ വർക്കർമാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് വലിയൊരു വർധനവല്ല, ഒരു നേരിയ വർധനമാണ്. എന്നിരുന്നാൽ പോലും ഈ കേരളത്തിൽ നടത്തിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു വർധനവ് വരുത്താൻ കേന്ദ്രം നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അതിന് ഈ കേരളത്തിലെ MP-മാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ സമരം തുടങ്ങിയ ശേഷം കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ MP-മാരും ഈ സമരപ്പന്തൽ നിരവധി തവണ വരികയും ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ അവർ അവതരിപ്പിക്കുകയും പാർലമെൻറ്റിലെ ഇരുസഭകളിലും അത് ചർച്ച ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു വർധനവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളതിനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ, അപ്പോൾ കേരളം ആലോചിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിന് ആലോചിക്കാനും തീരുമാനിക്കാനുമുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭമാണിത്. അത് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതായത് പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് കേന്ദ്രം ആദ്യം വർദ്ധിപ്പിക്കട്ടെ, പിന്നീട് കേരളം തീരുമാനിക്കാമെന്നാണ്. അപ്പോൾ ഇനി നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള അവർ വർദ്ധിപ്പിക്കുന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ കാരണം 7000 രൂപ കൊണ്ട് ഒരിക്കലും ഒരാൾക്കും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയില്ല. കേരളമല്ല ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്നലെ പാർലമെൻറ്റിൽ NK പ്രേമചന്ദ്രൻ MP കൊടുത്ത മറുപടിയിൽ തന്നെയുണ്ട്. സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 7000 രൂപ എന്നുള്ളത് വർദ്ധിപ്പിച്ചേ മതിയാകുള്ളൂ. കാരണം 2 ദിവസം പണിയെടുത്താൽ മാത്രമേ 1 കിലോ വെളിച്ചെണ്ണ ആശാവർക്കർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് കേരളത്തിൻ്റെ ജീവിത നിലവാരം. അപ്പോൾ ഇത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എത്രയും വേഗം 168 ദിവസമായി ഈ സ്ത്രീകൾ തെരുവിൽ ഈ പ്രതികൂല കാലാവസ്ഥയിൽ സമരം ചെയ്യുകയാണ്. അപ്പോൾ അത് മാനിച്ചുകൊണ്ട് എത്രയും വേഗം ഈ സമരത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ, ഒത്തുതീർപ്പുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇൻസെൻറ്റീവ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതിനെ ആശാ വർക്കർമാർ നോക്കിക്കാണുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന, അതായത് ഇന്ത്യയിൽ ഏകദേശം 10 ലക്ഷത്തോളം ആശാ വർക്കർമാർ ഉണ്ട് എന്നാണ് കണക്കുകൾ പ്രകാരം വ്യക്തമാകുന്നത്. ഈ ആശാ വർക്കർമാർക്ക് എല്ലാവർക്കും തന്നെ ഈ കേരളത്തിൽ നടന്ന ഈ ഒരു സമരത്തെ തുടർന്ന് ആനുകൂല്യം ഇൻസെൻറ്റീവ് വർദ്ധിക്കുക, അതുകൂടാതെ വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതെല്ലാം തന്നെ ഏറെ അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നത്തേക്ക് 168ാം ദിവസമാണ് ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 168ാം ദിവസം ആയിരിക്കുന്നു. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർണായകമായൊരു നീക്കമുണ്ടായിരിക്കുന്നത്. അതായത് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് നിലവിലിപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വിരമിക്കൽ ആനുകൂല്യം
20,000 രൂപയിൽ നിന്ന് 50,000 രൂപയായും ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലുള്ള ടീം ബേസ്ഡ് ഇൻസെൻറ്റീവ് പരമാവധി 1000 രൂപയായി തുടരുകയും ചെയ്യും. മാർച്ചിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം എന്നും ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ലോക്സഭയെ കഴിഞ്ഞ ദിവസം അറിയിക്കുകയായിരുന്നു. NK പ്രേമചന്ദ്രൻ MP-യുടെ ചോദ്യത്തിനാണ് ഇത്തരത്തിൽ ആരോഗ്യ സഹമന്ത്രി ഇത്തരത്തിലുള്ളൊരു ഉത്തരം നൽകിയിരിക്കുന്നത്. ആശാവർക്കർമാരുടെ ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് സംസ്ഥാനവും വർദ്ധിപ്പിക്കുമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. എന്തായാലും ഈയൊരു കാര്യത്തിലും നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും ഇനി വരും ദിവസങ്ങളിലും ചർച്ചയാവുക എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും കേന്ദ്രം ഇപ്പോൾ ഇൻസെൻറ്റീവും അടക്കമുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നു. ഇനി നമ്മുടെ സർക്കാർ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ചോദിക്കുന്നത്. അതുകൂടാതെ ഈയൊരു സമരവുമായി ബന്ധപ്പെട്ട് സമരം കടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്ര സഹമന്ത്രിമാർ ഉൾപ്പെടെ ഈയൊരു സമരത്തിന് എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, കേന്ദ്രം നിങ്ങളുടെ വിഷയം പരിഗണിക്കും, ഇതിനൊരു പരിഹാരം കാണുമെന്ന്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈയൊരു സമരവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായത്. ഇതിന് പിന്നാലെ ഇപ്പോൾ കേന്ദ്രം നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നു. ഈയൊരു തീരുമാനത്തിൽ ആശാവർക്കർമാർ പറയുന്നത് കേരളത്തിലുള്ള വിവിധ MP-മാരുടെ എല്ലാം തന്നെ അവരുടെ അശ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് കേന്ദ്രം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.